2016 മുതൽ തുടർച്ചയായി 10 വർഷക്കാലം കേരള മുഖ്യമന്ത്രി പദവി അലങ്കരിച്ച നേതാവാണ് പിണറായി വിജയൻ. ഇത്തരത്തിൽ മാത്രമല്ല അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടിയ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും പിണറായി വിജയന് സ്വന്തമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സിലധികം പ്രായമുണ്ട്. സ്വാഭാവികമായും പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് പല അസുഖങ്ങളും ബാധിച്ചിരിക്കുവാനും ഇടയുണ്ട്. എന്നിരുന്നാൽ പോലും പിണറായിയുടെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളുമെല്ലാം അതീവ രഹസ്യമായിട്ടാണ് CPM-ഉം സർക്കാരും ഇതുവരെ സൂക്ഷിച്ചു പോന്നിട്ടുള്ളത്. പിണറായി വിജയൻ 2016-ൽ മുഖ്യമന്ത്രിയായതിനു ശേഷം പൊതുഖജനാവിലെ പണമെടുത്താണ് തൻ്റെ ചികിത്സകൾ നടത്തുന്നത് എന്ന വാദമുഖം ഉന്നയിച്ചുകൊണ്ട് പിണറായിയുടെ ആരോഗ്യാവസ്ഥയും രോഗവിവരങ്ങളും ലഭ്യമാക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു വിവരാവകാശ അപേക്ഷയും ഇതിനിടയിൽ സർക്കാരിന് മുൻപിൽ എത്തുകയുണ്ടായി. എന്നാൽ ഒരാളുടെ രോഗം അയാളുടെ വ്യക്തിപരമായ സ്വകാര്യ വിഷയമാണെന്നും അതിനാൽ തന്നെ ഇതിന് മറുപടി നൽകാൻ കഴിയില്ല എന്നുമുള്ള നിലപാടാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത്. ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയൻ ഏറ്റവും അധികം ചികിത്സകൾക്കായി ആശ്രയിച്ചത് അമേരിക്ക എന്ന രാജ്യത്തെയാണ്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സാമ്രാജ്യത്വത്തിൻ്റെ പ്രതീകമായ അമേരിക്ക എന്ന കുത്തക രാഷ്ട്രത്തെ ചികിത്സകൾക്കായി ആശ്രയിച്ചതിനെ ചൊല്ലി നിരവധി ട്രോളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. 2018-നും 2025-നും ഇടയിൽ 4 വട്ടമാണ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തൻ്റെ ചികിത്സാർത്ഥം പോയിട്ടുള്ളത്. ഈ 4 വട്ടവും അദ്ദേഹം സന്ദർശിച്ചത് അമേരിക്കയിലെ മായോ ക്ലിനിക്കാണ്. സ്വാഭാവികമായും ഒരു പൊതുബോധമനുസരിച്ച് മായോ ക്ലിനിക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ്. ഇതിനാൽ തന്നെ മുഖ്യമന്ത്രി ക്യാൻസർ ബാധിതനാണ് എന്ന അഭ്യൂഹങ്ങൾ പലവട്ടം പ്രചരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മുഖ്യമന്ത്രിക്ക് ക്യാൻസർ ഉണ്ട് എന്ന നിലയിൽ ഒരു ഔദ്യോഗിക വിവരവും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന് ക്യാൻസർ രോഗമുണ്ടായിരുന്നു എന്ന വസ്തുത വെളിപ്പെടുത്തിക്കൊണ്ട് ദി ഓപ്പൺ മാഗസിൻ എന്ന പ്രസിദ്ധീകരണത്തിൽ, ഇംഗ്ലീഷ് പ്രസിദ്ധീകരണത്തിൽ ഒരു ലേഖനം വരികയുണ്ടായി. ഈ ലേഖകൻ എന്ന് പറയുന്നത് NP ഉല്ലേഖ് എന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഓപ്പൺ മാഗസിൻ്റെ സബ് എഡിറ്റർ മാത്രമല്ല, CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്ന പാട്യം ഗോപാലൻ്റെ മകൻ കൂടിയാണ്. അതായത് പാർട്ടിയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒരു കുടുംബമാണ് NP ഉല്ലേഖിൻ്റേത്. ഈ ലേഖനത്തിലും പിണറായി വിജയനെ അദ്ദേഹം വാഴ്ത്തിപ്പാടുകയാണ്. പിണറായി വിജയൻ ക്യാൻസർ രോഗബാധിതനാണെന്നല്ല, പിണറായി വിജയൻ ഒരു ക്യാൻസർ സർവൈവറാണ് എന്ന പരാമർശമാണ് NP ഉല്ലേഖ് തൻ്റെ ലേഖനത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓൺലൈൻ മാധ്യമമായിട്ടുള്ള മറുനാടൻ മലയാളിയാണ്. ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയൻ ക്യാൻസർ രോഗബാധിതനായിരുന്നു, അല്ലെങ്കിൽ ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയായിരുന്നു എന്ന പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന കുടുംബത്തിലെ അംഗമായ ഒരാൾ ഒരു മാഗസിനിൽ ലേഖനം എഴുതുമ്പോൾ ഇതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഇതിനു പിന്നിലെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് കൂടി നാം ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. പിണറായിയെ സംബന്ധിച്ച് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നിൽ നിന്നാണ് ഇടതുമുന്നണിയെ നയിച്ചത്. പിണറായി വിജയൻ്റെ ചിത്രം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 2000-ത്തിലധികം കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണാർത്ഥം ഇടതുമുന്നണി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചിട്ടുള്ളതും. അതിനാൽ തന്നെ വിജയം നേടിയാൽ, മുന്നണി വിജയം നേടിയാലും അധികാരം നിലനിർത്തിയാലും അതിൻ്റെ പരിപൂർണ ക്രെഡിറ്റ് പിണറായിക്ക് ലഭിക്കും എന്നതുപോലെ തന്നെ മുന്നണിക്ക് ഒരു പരാജയമുണ്ടായാൽ അതിൻ്റെ ഏക ഉത്തരവാദിയും പിണറായി വിജയൻ തന്നെയായിരിക്കും. ഇത്തരത്തിലൊരു സാഹചര്യമുണ്ടായാൽ, പാർട്ടിയുടെയും മുന്നണിയുടെയും കനത്ത പരാജയമുണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ വ്യാപകമായി വിമർശനം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കുവാനായി വന്ധ്യവയോധികനായ ക്യാൻസർ അതിജീവിതനായ വ്യക്തിത്വം എന്നൊരു പ്രതിച്ഛായ പിണറായിക്ക് പകർന്നു നൽകാനാവണം ഒരുപക്ഷെ ഇത്രയും നാൾ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഈ വിവരം ഇപ്പോൾ NP ഉല്ലേഖിൻ്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുവാൻ CPM-ഉം പിണറായി വിജയനും തീരുമാനമെടുത്തിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിഷയമെന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ആരേറ്റെടുക്കും എന്നുള്ള ആശയക്കുഴപ്പമാണ്. നമുക്കറിയാം, കോൺഗ്രസ്സിന് എത്ര വലിയ വിജയമുണ്ടായാലും, UDF എന്ന രാഷ്ട്രീയ പ്രതിപക്ഷ മുന്നണിക്ക് എത്ര വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ പോലും പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുവാൻ ഇടയില്ല എന്നത് സ്വാഭാവികമായും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ധർമ്മടം പോലെ ഒരു ഉറച്ച കോട്ടയിൽ നിന്ന് പിണറായി വിജയൻ പരാജയപ്പെടുക എന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു വസ്തുതയല്ല. എന്നാൽ വിജയിച്ച് നിയമസഭയിൽ MLA ആയി എത്തുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ തയ്യാറാകുമോ എന്നൊരാശങ്ക പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. പിണറായി ഇതിന് തയ്യാറായേക്കില്ല എന്ന വ്യക്തമായ സൂചനകളും CPM-നുള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ നിയമസഭയിൽ MLA ആകുകയും പ്രതിപക്ഷത്ത് ഇരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ദുര്യോഗമുണ്ടായാൽ ഒരുപക്ഷെ രോഗവിവരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാതിരിക്കുവാനും
ഒരു പടി കൂടി കടന്ന് പദവി രാജിവെക്കുവാനുമുള്ള അവസരം പിണറായി വിജയന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാവാം അദ്ദേഹം ക്യാൻസർ രോഗബാധിതനാണെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലോകത്തിനു മുമ്പിൽ തുറന്നു പറയുവാൻ CPM-ഉം പിണറായിയുടെ അടുത്ത കേന്ദ്രങ്ങളും തയ്യാറായിരിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് UDF അധികാരത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് പരിസമാപ്തിയാകുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അധികാരമൊഴിയുന്ന പിണറായിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇനി വലിയ പ്രസക്തിയൊന്നും ഉണ്ടാകുവാനും ഇടയില്ല. എന്നിരുന്നാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും പിണറായി വിജയൻ്റെ സർവാധിപത്യമാണ് നിലനിൽക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാതിരുന്നാൽ പോലും അടുത്ത പാർട്ടി സമ്മേളനം വരെ പോളിറ്റ് ബ്യൂറോയിലടക്കം തുടരുവാനും പിണറായിക്ക് സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ അധികാര നഷ്ടം സംഭവിച്ചാൽ പോലും CPM രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ നേതാവായി പിണറായി വിജയൻ തുടരും എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം അധികാരത്തിലിരുന്ന ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലുമെല്ലാം സംഭവിച്ചിരുന്നത് പോലെ പാർട്ടി ഇവിടെ പിഴുതെറിയപ്പെടുവാനുള്ള സാധ്യതയില്ല എന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രതിച്ഛായ നഷ്ടമുണ്ടാവാതിരിക്കാൻ അദ്ദേഹത്തെ 80 വയസ്സ് കഴിഞ്ഞ ഒരു ധീര പോരാളി, അദ്ദേഹത്തെ ഒരു ക്യാൻസർ അതിജീവിതനായ വന്ധ്യവയോധികനായ ധീര പോരാളി എന്ന പ്രതിച്ഛായയോടുകൂടി പാർട്ടിയിൽ നിലനിർത്തുവാനുള്ള PR സ്റ്റണ്ടുകളുടെ ഭാഗമായിട്ട് തന്നെയാവാം ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രചാരണങ്ങൾ പുറത്തു വരുന്നത്. പാർട്ടിക്കും മുന്നണിക്കും അധികാര നഷ്ടം സംഭവിച്ചാലും മുഖ്യമന്ത്രി പദവി നഷ്ടമായാലും പാർട്ടിക്ക് മേലുള്ള കടിഞ്ഞാൽ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് പിണറായി വിജയന് ഒരു കുടുംബക്കാര്യം കൂടിയാണ്. കാരണം അദ്ദേഹം തൻ്റെ പിൻഗാമിയായി വളർത്തിക്കൊണ്ടുവരുന്ന മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കുവാനും പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് തൻ്റെ കാലം തീരുന്നതിന് മുൻപേ തന്നെ റിയാസിനെ പ്രതിഷ്ഠിക്കുവാനും പിണറായിക്ക് പാർട്ടിക്ക് മേലുള്ള പിടി ഉറപ്പിച്ചേ മതിയാകുകയുള്ളൂ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന സൂചനകൾ അനുസരിച്ച് മുഹമ്മദ് റിയാസ് എന്ന നേതാവിനെ ഇത്തവണ വിജയിച്ചെത്തിയാൽ പ്രതിപക്ഷ നേതാവാക്കുന്ന ഒരു നീക്കം പിണറായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാനിടയില്ല. എന്നാൽ അടുത്ത പാർട്ടി സമ്മേളനത്തിൽ റിയാസിനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമങ്ങൾ പിണറായിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് CPM-നുള്ളിൽ തന്നെ നടക്കുന്ന അണിയറ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരത്തിൽ മുഹമ്മദ് റിയാസിനെ പാർട്ടിയുടെ ന്യൂനപക്ഷ മുഖമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് 2031 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നേതൃമുഖമായി പ്രൊജക്റ്റ് ചെയ്യുവാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ പിണറായി ദുർബലനാകുന്ന ഘട്ടത്തിൽ ഈ ഒരു നീക്കങ്ങൾ എത്രമാത്രം ഫലപ്രാപ്തിയിൽ എത്തുമെന്ന സംശയം അദ്ദേഹത്തോട് അനുഭാവം പുലർത്തുന്നവർക്ക് പോലുമുണ്ട്. കാരണം ഈ പരാജയത്തിൻ്റെ പാപഭാരം പിണറായി വിജയൻ്റെ ചുമലിൽ മാത്രമല്ല പാർട്ടിക്കുള്ള എതിരാളികൾ ചാർത്തി കൊടുക്കുക, നേരെ മറിച്ച് പിണറായി വിജയൻ്റെ മകളുടെ രണ്ടാം ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ ചുമലിൽ കൂടി ആയിരിക്കും. PV അൻവറും G സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷവും പിണറായിയെയും മരുമകനെയും വേട്ടയാടും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ ഘട്ടത്തിൽ പിണറായിക്ക് സ്വയം പ്രതിരോധം തീർക്കുവാൻ ക്യാൻസർ എന്ന ഒരു സഹതാപ കാർഡ് പുറത്തിറക്കി കളിക്കുകയും ആ പ്രതിരോധം തീർക്കുന്നതിൻ്റെ മറവിൽ തന്നെ പാർട്ടിയുടെ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് മരുമകനെ ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള നീക്കങ്ങൾ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നറിയുവാൻ, ഈ നീക്കങ്ങൾ എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തുമെന്നെല്ലാം അറിയുവാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ നാം നോക്കിക്കണ്ട് വിശകലനം ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പിണറായി വിജയൻ്റെ കയ്യിലുള്ള കളിപ്പാവയാണ്. ആ സ്ഥിതി തന്നെ 2026 മെയ് 4 ശേഷവും തുടരുമോ ഇല്ലയോ എന്നുള്ള ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.